I'm going to discuss about the Boolean algebra, its functions, its applications, and all about Boolean algebra. Okay, so let's start the introduction. An algebra that deals with binary number system is called Boolean algebra. George Boole developed it for manipulation of propositional logic and simplification. And Boolean algebra is a logical algebra in which symbols are used to represent logic levels. Any symbol can be used, however, letters of the alphabet are generally used. Since the logic levels are generally associated with the symbols 1 and 0, whatever letters are used as variables that can take the values of 1 or 0, and it is used in electronic circuit design. ഓക്കെ, അപ്പോൾ എന്താണ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്? നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡിജിറ്റൽ സർക്യൂട്ട്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, രജിസ്റ്റേഴ്സ്, അങ്ങനെ പലതും ഡിസൈൻ ചെയ്യുന്ന ആഡേഴ്സ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന കാര്യമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്, അതിൻ്റെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് സം, ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ട് പരിചയിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബൂളിയൻ ആൾജിബ്ര ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ഉള്ളത്? ബൈനറി നമ്പർ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണുള്ളത്. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് 2 ആണ്. അപ്പോൾ 0 to 2 - 1, അതായത് 0യും 1ഉമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഇതിൽ ബൈനറി നമ്പർ സിസ്റ്റം അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ബൂളിയൻ ആൾജിബ്ര ആരാണ് ഡെവലപ്പ് ചെയ്തത്? ജോർജ് ബൂളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. എന്തിന് ഡെവലപ്പ് ചെയ്തു? ഫോർ മാനിപ്പുലേഷൻ ഓഫ് പ്രൊപ്പോസിഷൻ ലോജിക് ആൻഡ് സിംപ്ലിഫിക്കേഷൻ. ഒരു ബൂളിയൻ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോഷൻ ലോജിക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനു വേണ്ടി ജോർജ് ബൂൾ ഡിസൈൻ ചെയ്ത ഡെവലപ്പ് ചെയ്തെടുത്തതാണ് എന്ത്? ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് പറയാം? ഒരു ലോജിക് ആൾജിബ്ര ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതിലെന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിൾസ് ആർ യൂസ് ടു റെപ്രസെൻറ്റ് ദീസ് ലോജിക് ലെവൽസ്. നോർമലി സിമ്പിൾസ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്? മെയിനായിട്ട് ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ആൽഫബറ്റ്സ് ആണ്, നമ്മൾ ലെറ്റേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ബൂളിയൻ ആൾജിബ്രയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ലോജിക് ലെവൽസ് ആണുള്ളത്, 1 and 0. ഓക്കെ, ഏത് ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് 2 വാല്യൂസ് മാത്രമേ നമ്മൾ ടേക്ക് ചെയ്യുള്ളൂ. ദാറ്റ് ആർ 0 and 1. ആൻഡ് ഓൾ ദീസ് ആർ യൂസ്, ദിസ് ബൂളിയൻ ആൾജിബ്ര ഈസ് യൂസ് ടു ഡിസൈൻ എ ഇലക്ട്രോണിക് സർക്യൂട്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബൂളിയൻ ആൾജിബ്ര യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഓക്കെ, ദെൻ ബൂളിയൻ വേരിയബിൾസ്. The Boolean algebra allows the concise description and manipulation of binary variables. അപ്പോൾ ബൈനറി വേരിയബിൾസിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ അതിൻ്റെ മാനിപ്പുലേഷൻ നമുക്ക് എന്തിൽ നടക്കുന്നുണ്ട്? ബൂളിയൻ ആൾജിബ്രയിൽ. അപ്പോൾ ഈ ബൂളിയൻ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, അത് നമ്മൾ ലെറ്റേഴ്സാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് 2 പോസിബിൾ വാല്യൂസാണുള്ളത്, 0 and 1. ഈ 0 and 1നെ നമുക്ക് എന്തായിട്ട് നമ്മൾ പറയുന്നുണ്ട്? ഒന്നിക്കിൽ അത് ട്രൂ ആൻഡ് ഫോൾസ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, F and T ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം ഫോർ 0 and 1 റെസ്പെക്റ്റീവ്ലി. ആൻഡ് നോ, എസ്, ഓഫ്, ഓൺ or low, high, all these are the alternative names of these variables. Okay, we can use it in any ways and that doesn't matter, and it all depends upon where we are using, where we are applying this Boolean algebra. Actually, for switching theory we can use it in the form of on and off. ഓക്കെ, അവിടെ നമുക്ക് ഓഫ് ആൻഡ് ഓൺ രീതിയിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ബൂളിയൻ ആൾജിബ്രയിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൻ്റെ വേരിയബിൾസ് ആയിട്ട്. അതാണ് ഓഫ് എന്ന് പറയുമ്പോൾ 0യും ഓൺ എന്ന് പറയുമ്പോൾ 1ഉം. അപ്പോൾ ഒരു സ്വിച്ചിന് 2 വാല്യൂസ് നമുക്ക് പറയുന്ന സമയത്ത് ഏത് പറഞ്ഞാൽ മതി? ഓഫ്, ഓൺ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ നമുക്ക് ലോ, ഹൈ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രൂ ആൻഡ് ഫോൾസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ദീസ് ആർ ദി ഓൾട്ടർനേറ്റീവ് നെയിംസ് for 0 and 1 respectively. Then
Boolean operations. There are mainly two mathematical operations, that are logic addition and logic multiplication. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പറേഷൻസ് ആണുള്ളത്, ലോജിക് അഡീഷൻ അതുപോലെ ലോജിക് മൾട്ടിപ്ലിക്കേഷൻ. ഇതായിട്ട് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ദ ലോജിക് അഡീഷൻ മീൻസ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് യൂസിങ് ദ സിമ്പിൾ പ്ലസ്, and it is placed between two variables, say x and y. Suppose x and y are the two Boolean variables, and we can represent the logic addition as x plus y. Okay, since both x and y can take only the role 0 and 1, we can define the plus symbol by listing all possible combinations of x and y and resulting value of x plus y. The possible input and output combinations may arrange as follows. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോജിക് അഡീഷനാണ്. അഡീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിന് സിമിലറാണ്? നമുക്ക് ഓർ ഓപ്പറേഷന് സിമിലറാണ് അല്ലേ? ഓർ ഓപ്പറേഷന് സിമിലറാണ് ലോജിക് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് സിമ്പിൾ യൂസ് ചെയ്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പ്ലസ് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അഡീഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്കതിൽ രണ്ട് പോസിബിൾ വാല്യൂസാണ് ഉള്ളതെന്ന് പറഞ്ഞു, 0 and 1. അപ്പോൾ ഈ എക്സിനും വൈക്കും നമുക്ക് രണ്ട് പോസിബിൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2n അല്ലേ? അപ്പോൾ 2n പോസിബിൾ കോമ്പിനേഷൻസ് ഉണ്ടാവും. 0 + 0 0, 0 + 1 1, 1 + 0 1, 1 + 1 1. These are the different combinations. These are the different combinations. Okay, then we are going to discuss the next mathematical operation, that is logical multiplication, and we can represent it using the symbol dot. Okay, and it is similar to and operation, right? Then by listing all possible combinations for input variables x and y and the resulting value of x dot y as 0 dot 0 is equal to 0, 0 dot 1 is equal to 0, 1 dot 0 is equal to 0, and 1 dot 1 is equal to 1, and these are the possible combinations. Okay, അപ്പോൾ ഇതിൽ രണ്ട് വേരിയബിൾ ഓപ്പറേഷൻസ് പറഞ്ഞു. ഏതൊക്കെയാണ്? ലോജിക്കൽ അഡീഷൻ അതുപോലെ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അഡീഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു ഓർ ഓപ്പറേഷൻ, ആൻഡ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് യൂസിങ് ദ സിമ്പിൾ പ്ലസ്. Then in the case of logical multiplication, we can represent it using the symbol dot, and it is equivalent to and operation. And we have 4 different combinations for two variables, say x and y, and we can have the possible values like 0 and 1. So we can represent the combinations like 0 dot 0 is equal to 0, 0 dot 1 is equal to 0, 1 dot 0 is equal to 0, and 1 dot 1 is equal to 1. Okay, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. Then next is operator precedence. What does mean by an operator precedence? It is a priority, how we are applying this. Okay, when we read an expression, first we have to scan it from left to right, and we are calculating or evaluating it using the priority, which one we should take first. Okay, that is what means the operator precedence. നമ്മൾ ഓൾറെഡി മാത്തമാറ്റിക്കലിൻ്റെ ബോർഡ് മാസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ? ബോർഡ് മാസ്, ബ്രാക്കറ്റ് of division, multiplication, addition and subtraction. അപ്പോൾ ഇതാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ ബോർഡ് മാസ്. അതാണ് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു കേസിൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈച്ച് ഓപ്പറേറ്റർ ഹാസ് എ പ്രിസിഡൻസ് ലെവൽ, ആൻഡ് ദ എക്സ്പ്രഷൻ ഈസ് സ്കാൻഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ആൻഡ് ദ എക്സ്പ്രഷൻ എൻക്ലോസ്ഡ് വിത്തിൻ ദ parentheses ആർ ഇവാലുവേറ്റഡ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതാ ഇവാലുവേറ്റ് ചെയ്യുക? ഏതാണോ നമ്മുടെ പരാന്തസിസിനുള്ളിലുള്ളത് അതാണ് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ വി വിൽ ചെക്ക് ദി നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഓൾ കോംപ്ലിമെൻറ്റ് ഓപ്പറേഷൻസ് ദാറ്റ് ആർ ഇവാലുവേറ്റഡ് നെക്സ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് പരാന്തസിസ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഏതാ? സെക്കൻഡ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്റ് ആണ്, കോംപ്ലിമെൻറ്റ്. ഓക്കെ, ദിസ് ഈസ് എ സെക്കൻഡ് വൺ. ദെൻ തേർഡ്, all and operations are performed next. അപ്പോൾ ആൻഡ് ഓപ്പറേഷൻസ് ആണ് നമ്മൾ തേർഡ് നോക്കുന്നത്. ഓക്കെ,
AND operation. Then finally we will evaluate OR operations. Or operations we will evaluate at last. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബൂളിയൻ ആൾജിബ്രയിൽ നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് നോക്കുന്നത്. ഇവിടെ ഈ ഒരു സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഡാഷ് സെറ്റ്, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ്സ് ഇല്ല, പാരാന്തസിസ് ഇല്ല, അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഏതാണ്? കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക കോംപ്ലിമെൻ്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ആൻഡ് ഓപ്പറേഷൻ, അതായത് വൈ ഡാഷ് ഡോട്ട് സെറ്റ്, അപ്പോൾ അതിനായിരിക്കും നമ്മൾ സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ദെൻ അത് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും ഏതുമായിട്ട്? എക്സുമായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ഓപ്പറേറ്റർ പ്രസിഡൻസ് പോകുന്നത്. നമ്മൾ നോർമൽ കേസിൽ ഇപ്പം 2 + 4 × 3 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നതെങ്കിൽ കൂടി നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഏതായിരിക്കും? ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക 4 × 3 ആയിരിക്കും. അതായത് 2 + 12, റൈറ്റ്. ദെൻ the final result will be 14. We are adding only after we are multiplying these two. അല്ലേ, നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനോടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ആ ഒരു പ്രിസിഡൻസ് ബേസ് തന്നെയാണ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി. You are already familiar with this term, the principle of duality. What is mean by principle of duality? What we are doing here? In the expression we are just interchanging and or operations, and we are replacing 0 with 1 and 1 with 0, right? That is what we call a principle of duality. For example, here we have an example here, a + 0 × b + 1. So here the dual of this is a.1 + b.0. Here the plus is replaced by dot and 0 is replaced by 1, 1 is replaced by 0, and dot is replaced by plus. Okay, that is what we are doing here. So principle of duality എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിൻ്റെ ഡുവൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡുവൽ എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസിൻ്റെ ഡുവൽ എന്ന് പറയുന്നത് ഡോട്ടും ഡോട്ടിൻ്റെ ഡുവൽ എന്ന് പറയുന്നത് പ്ലസുമാണ്. 1ൻ്റെ ഡുവൽ എന്ന് പറയുന്നത് 0, 0ൻ്റെ ഡുവൽ എന്ന് പറയുന്നത് 1. So whenever we are seeing this plus, we will replace it with what? Dot. Then dot means plus, 1 means 0, 0 means 1. That is we are doing here. Okay, അപ്പോൾ എന്താണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴാണോ നമ്മളൊരു എക്സ്പ്രഷൻ്റെ ഡുവൽ എന്ന് പറയുമ്പോൾ പ്ലസ് ആയതിനെ നമ്മൾ ഡോട്ട് വെച്ചും ഡോട്ടിനെ, അതായത് ആൻഡിനെ ഓർ വെച്ചും ഓർ ഓപ്പറേഷനെ ആൻഡ് ഓപ്പറേഷൻ വെച്ചും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അതുപോലെ 0യെ 1 വെച്ചും 1നെ 0 വെച്ചിട്ടും റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു എക്സ്പ്രഷൻ്റെ ഡുവൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ വേറൊരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ b + 0 × a. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൻ്റെ ഡുവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബി പ്ലസിന് നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? ഡോട്ട് വെച്ച് റീപ്ലേസ് ചെയ്യും. 0യെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? 1 വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ b.1 ഡോട്ടിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? പ്ലസ് വെച്ച് റീപ്ലേസ് ചെയ്യണം. ദെൻ എ. ഇതാണ് ഈ ഒരു എക്സ്പ്രഷൻ്റെ ഡുവൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് basic laws and theorems of Boolean algebra, and this is already we have discussed. So let's see it again. First one is x double dash or double complement is equal to x. So there is no dual for this one, and this is called the involution. Involution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ a കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഏതിന് സിമിലറാണ്?
എക്ക് സിമിലർ ആണ്. ഏതൊന്നിൻ്റെയും 2 പ്രാവശ്യം കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് ലോ 0 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ദെൻ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, എക്സ് പ്ലസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 1. So these are different laws in identity, idempotent. Okay. 0 plus x is equal to x. അപ്പോൾ ഏതൊരു വാല്യൂ, ഏതൊരു വേരിയബിളിനെയും 0 വെച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? എക്സ് അതേ വാല്യൂ, അതേ വേരിയബിൾ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ നോർമലി നമുക്കറിയാം, ഇപ്പോൾ 0 + 2 മീൻസ് വാട്ട്? 2. ഇവിടെ എന്താണ് ഇവിടെ ഉള്ളത് അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്, അല്ലേ? അതുപോലെയാണ് ഇവിടെ നമ്മൾ എന്ത് വേരിയബിളാണോ കൊടുത്തിരിക്കുന്നത് അതേ വേരിയബിൾ തന്നെയാണ് ഇവിടെ കിട്ടുന്നതും. സോ 0 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഇതിൻ്റെ ആൻഡ് ഇതിപ്പോൾ ഓർ ഓപ്പറേഷനാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആൻഡ് ഓപ്പറേഷൻ പറയുന്ന സമയത്ത് എന്ത് വരും? ആൻഡ് ഓപ്പറേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1നെ കൊണ്ട്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 1. സോ 1 ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു x. This is and corresponding to this OR operation, and we can call it as identity law. Okay, identity law എന്ന് പറയുമ്പോൾ ഏതൊരു വേരിയബിളിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ തന്നെയാണ് കിട്ടുക. അതാണ് ഐഡൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതേ വേരിയബിൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വേരിയബിളിനെ എന്ത് വെച്ച് ആഡ് ചെയ്യണം, എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ 0 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ വേരിയബിൾ തന്നെ കിട്ടും. വേറെ എന്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുമോ? ഇല്ല. സോ അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് 1 പ്ലസ് എക്സ്. 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഓക്കെ. ഇപ്പോൾ എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? 1 തന്നെ കിട്ടുള്ളൂ, അല്ലേ? അവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാലും നമുക്കവിടെ 1 ആണ് വരിക. എക്സിന് 0 കൊടുത്തും 1 കൊടുത്തു കഴിഞ്ഞാലും 1 ആണ് വരിക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദെൻ അതിൻ്റെ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതേ 0ൻ്റെ വെച്ച് ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടും. 0 വെച്ച് ഏത് 0യെ എക്സ് എന്ന വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടുള്ളൂ? 0. അത് 1 ആയാലും 0 ആയാലും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. കാരണം ഏതൊരു വേരിയബിളിനെയും 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എക്സ് പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. എക്സ് ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ആൻഡ് ദിസ് ഇസ് വാട്ട് വി കോൾ ഐഡൻപൊട്ടൻറ്റ് ലോ. ഓക്കെ. അപ്പോൾ എക്സിനെ അതേ വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏത് തന്നെയായിരിക്കും? അതേ വേരിയബിൾ തന്നെയായിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ് പ്ലസ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 1. ദെൻ എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0. അതായത് ഏതൊരു വേരിയബിളിൻ്റെയും അതേ വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റ് കൊണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. നേരെ മറിച്ച് അത് ഒരു വേരിയബിളിൻ്റെ അതിൻ്റെ കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? ഇതിന് നമുക്ക് റോക്കറ്റ് സയൻസ് ഉണ്ടോ? നോ. നമുക്ക് എക്സ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എക്സ് ഡാഷ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 1ഉം ഏതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? 1 തന്നെ കിട്ടുള്ളൂ. ഓക്കെ. സോ എക്സ് പ്ലസ് എക്സ് ഡാഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 1 തന്നെയായിരിക്കും. നേരെ മറിച്ച് ഇപ്പോൾ എക്സിന് നമുക്ക് 0 ആണ്, അപ്പോൾ എക്സ് ഡാഷ് എന്ത് കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട്. എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആണല്ലോ. അപ്പോൾ എക്സ് 0 കിട്ടുമ്പോൾ എക്സ് ഡാഷ് എന്ന് പറയുന്ന 1 ആയിരിക്കും. അവിടെയും 0 + 1 തന്നെയാണ് വരുന്നത്. അപ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ദെൻ എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 മീൻസ് if x is equal to 1, then x dash is equal to 0. So if we are multiplying any variable with 0, the value will be 0. So x dot x complement is equal to 0. Then next is commutative law. What is commutative law? Commutative law means here if we are interchanging the variables, then the result will not change. Okay, if x plus y is equal to y plus x, and its and correspondent is x dot y is equal to y dot x, and that is what we call
commutative law of addition and multiplication. So here order does not matter, it does not affect the result. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ ഒരു വേരിയബിൾസ് ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചേഞ്ച് ആവുന്നില്ല, റിസൾട്ടിൽ ചേഞ്ച് വരുന്നില്ല. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, a plus b is equal to b plus a. We all know about that, right? The next is associative law. So here in associative law, it can be derived from the above rules. So here we have two rules: the associative law of addition and associative law of multiplication, and any two may be summed or multiplied together followed by the third. Okay, so we can group in any way, then it doesn't matter the grouping and all, so the result will be same for both. Okay, x plus y plus z is equal to x plus y plus z, then x y z is equal to xy into z. So we have both this addition and multiplication here. So x plus y plus z, ഇവിടെ നമ്മൾ ഏതിനെയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്തത്, y plus z. y plus z ആദ്യം നമ്മൾ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത റിസൾട്ടിനെ എക്സ് കൊണ്ട് ആഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എക്സ് പ്ലസ് വൈ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കൂടി മൂന്നാമത്തെ ഒരു വേരിയബിൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല, റിസൾട്ടിൽ ചേഞ്ച് കിട്ടുന്നില്ല. രണ്ടും റിസൾട്ടും സെയിം ആണ്. അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തും ഇത് നമ്മൾ നോർമലായിട്ടുള്ള വേരിയബിൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, സപ്പോസ് ഇപ്പോൾ രണ്ട് വേരിയബിൾ 2 + 3 + 5, അതിലൂടെ 2 + 3 + 5 നമുക്ക് ചെയ്യാം, 2 + 3 + 5 ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് റിസൾട്ട് എന്ത് തന്നെ കിട്ടുള്ളൂ, 10 മാത്രമേ കിട്ടുള്ളൂ അല്ലേ. 2 + 3 കഴിഞ്ഞാൽ 5, ആ 5 + 5 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 10 കിട്ടി. ദെൻ 2 + 5 + 3 8, അപ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്, 10 തന്നെയാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ അസോസിയേറ്റീവ് ലോ. ഏത് രീതിയിലും നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ റിസൾട്ടിൽ അതിൽ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. അതാണ് അസോസിയേറ്റീവ് ലോ. Then next is distributive law. What is mean by distributive law? We are distributing the variables, right? X into y plus z is equal to xy plus xz. Then x plus yz is equal to x plus y into x plus z. So the product of a monomial x multiplied by a polynomial y plus z is equal to the sum of the products of the monomial multiplied by each term of the polynomial, and the dual is not valid under normal algebra. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞപ്പോൾ ഇത് നമ്മുടെ നോർമലായിട്ടുള്ള ലീനിയർ ആൾജിബ്ര വെച്ച് നോക്കുകയാണെങ്കിൽ, സപ്പോസ് നമുക്കറിയാം 2 × a + b is equal to 2a + 2b. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ. ആ 2ന് പകരം നമ്മളിവിടെ എക്സും എക്ക് പകരം വൈയും ബിക്ക് പകരം സെഡും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി, xy + xz എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇതിന് സെയിം ആണ് എന്ത്, നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. കാരണം 2a നമുക്ക് എ വെച്ചും ബി വെച്ചും നമുക്കിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഡ്വൽ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം എന്താ, എക്സ് പ്ലസ് വൈ സെഡ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് സെഡ് ആണ്. ഇൻ നോർമൽ ഓൾജിബ്രയുടെ കേസിൽ ഈ ഒരു ഡ്വൽ എന്ന് പറയുന്നത് ആക്ച്വലി വാലിഡായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഓക്കെ, നെക്സ്റ്റ് simplification. So here we have absorption and degenerative reflex. So first one is x plus xy is equal to x. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് എക്സ് വൈ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് എന്താണ്, എക്സ് ആണ്. ദാറ്റ് ഈസ് വാട്ട് വി കാൾ കോൾ അബ്സോർപ്ഷൻ ലോ. വി ആർ ജസ്റ്റ് അബ്സോർബിങ് ദി വേരിയബിൾ വൈ ആൻഡ് വി വിൽ ഗെറ്റ് ദി റിസൾട്ട് ഓൺലി എക്സ്. ഓക്കെ, വി ആർ ജസ്റ്റ് അബ്സോർബിങ്. അപ്പോൾ ആ ഒരു അബ്സോർപ്ഷൻ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർത്തു വെക്കുക. അബ്സോർബ് ചെയ്താൽ നമുക്ക് അവിടെ ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ എക്സ് പ്ലസ് എക്സ് വൈ മീൻസ് വാട്ട്, എക്സ്. Likewise, x into x plus y is equal to x. Okay, then next is x plus x dash y is equal to x plus y. Then x into x dash plus y is equal to xy. This is the actual dual of the
first one. Okay, then next is the De Morgan's law, and you all know what is the De Morgan's law, and that is also you have studied in the previous class in digital electronics. So first is x plus y complement is equal to x complement dot y complement, and x dot y complement is equal to x complement plus y complement. That is, the complement of the sum of the variable is equal to the complement of the product of the complement of individual variables. Okay, that is, the complement of the sum of the two variables is equal to the product of the individual complement of the variables. And next is what? The dual is what? The complement of the product of two variables is equal to the sum of the complement of individual variables. ഓക്കെ, അതായത് എക്സ് പ്ലസ് വൈ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ കോംപ്ലിമെൻറ്റ് പ്ലസ് വൈൻ്റെ കോംപ്ലിമെൻറ്റ് ഓരോ ഇൻഡിവിജ്വൽ വേരിയബിൾസിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ സമ്മിനോട് ഈക്വലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡ്വൽ എന്താണ്? ഈ രണ്ടും ഫസ്റ്റ് തിയറി സെക്കൻഡ് തിയറി ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. അതിൽ രണ്ടാമത്തെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ രണ്ട് വേരിയബിളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? ഓരോ ഇൻഡിവിജ്വൽ വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ സമ്മിനോടും ഈക്വലാണ്. ഓക്കെ, രണ്ട് വേരിയബിളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി complement of individual variables. That is what we call De Morgan's law of multiplication. That is theorem number 2. അപ്പോൾ ഈ ഓരോ തിയറംസും നിങ്ങൾ ഓർത്ത് വെക്കുക. We have to use in future for the simplification of the expressions. Okay, so next is proof of Boolean rules. Every rule can be proved by the application of rules and by perfect induction. ഓക്കെ, നമുക്ക് ഓരോ റൂളും നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് രീതിയിൽ ചെയ്യാം. എങ്ങനെ? നമുക്ക് റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്തു. നമ്മൾ ഓൾറെഡി ഒരുപാട് റൂൾസ് പഠിച്ചു. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഡി മോർഗൻസ് ലോ, ഐഡൻറ്റിറ്റി, കമ്മ്യൂട്ടേറ്റീവ്, അങ്ങനെ ഒരുപാട് ലോസും തിയറംസും പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആൻഡ് വി ക്യാൻ യൂസ് ഓൾ ദീസ് ആപ്ലിക്കേഷൻസ് ഫോർ പ്രൂവിങ് ദീസ് റൂൾസ്. ഓക്കെ, ദെൻ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി പറ്റും, പെർഫെക്റ്റ് ഇൻഡക്ഷൻ. എന്താണ് പെർഫെക്റ്റ് ഇൻഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അതുപോലെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഓരോ റൂൾസും ഓരോ റൂൾസ് അതുപോലെ തന്നെ ഓരോ എക്സ്പ്രഷൻസും നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. LHS ഈസ് ഈക്വൽ ടു RHS. ആ ഒരു രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ ഇൻഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൂഫ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഓരോ ബൂളിയൻ ആൾജിബ്രിക് റൂൾസും പ്രൂവ് ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് അബ്സോർപ്ഷൻ ലോ. വാട്ട് ഈസ് അബ്സോർപ്ഷൻ ലോ? നമ്മൾ എന്താണ് അബ്സോർപ്ഷൻ ലോ എന്ന് പഠിച്ചത്? എക്സ് പ്ലസ് എക്സ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ്. അതായത് നമ്മൾ അബ്സോർബ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലേ? അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെള്ളം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം ഉണ്ടാവില്ല. അതുപോലെ എക്സ് പ്ലസ് എക്സ് സെഡ്, നമ്മൾ സെഡിനെ അങ്ങ് അബ്സോർബ് ചെയ്തു, അവിടെ ബാക്കി എന്തേ ഉള്ളൂ? എക്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു കൺസെപ്റ്റ് വൈസ് മാത്രം നിങ്ങളത് ആ ഒരു രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ദെൻ LHS എന്താണ് ഇവിടെ? ഹിയർ LHS ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ഇസഡ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എക്സിനെ പുറത്തെടുക്കാം യൂസിങ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, എക്സ് ഇൻറ്റു 1 പ്ലസ് ഇസഡ്. അപ്പോൾ 1 പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 1. ആ 1 പ്ലസ് ഇസഡ് 1 ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി. സോ LHS ഈക്വൽ ടു RHS. നമുക്ക് വേറൊരു രീതിയിൽ കൂടി നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഡ്വല്, അതായത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഇസഡ്, നമ്മൾ സെക്കൻഡ് ലോ ആണ് ഇവിടെ നോക്കുന്നത്. ഇതാണ് സെക്കൻഡ് ലോ. ദെൻ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ്. സോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇസഡ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ്
എക്സ് ഇൻറ്റു ഇസഡ് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു ഒരു വേരിയബിളിനെ അതേ വേരിയബിളിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. നമുക്കറിയാം എന്താ, എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ്, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോഴും എക്സ് ആണ്. സോ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ എക്സ് പ്ലസ് എക്സ് ഇസഡ് എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പുറത്തെടുക്കാം? എക്സ് പുറത്തെടുക്കാം. എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 1 പ്ലസ് ഇസഡ് എന്ന് കിട്ടി. അപ്പോൾ 1 പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ എക്സ് ഡോട്ട് 1 ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇസഡിൽ നിന്ന് എക്സ് നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ എന്തും കണ്ടു, എക്സ് പ്ലസ് എക്സ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഇസഡിൻ്റെ ഡുവൽ അല്ലേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അത് മനസ്സിലാക്കുക. എക്സ് പ്ലസ് എക്സ് ഇസഡ്, എക്സ് പ്ലസ് എക്സ് ഇസഡ് ഇതിൻ്റെ ഡുവലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, എക്സ് ഇവിടെ പ്ലസിൻ്റെ പകരം നമുക്കിവിടെ എന്താണുള്ളത്? മൾട്ടിപ്ലിക്കേഷനാണുള്ളത്. ദെൻ എക്സ് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് എക്സ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡോട്ടിൽ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തു? പ്ലസ് വെച്ച്. അപ്പോൾ എക്സ് പ്ലസ് സെഡ് ആക്കി മാറ്റി. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് സെഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡുവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഐഡൻറ്റിറ്റി തിയറം. Identity theorem is equal to x plus x dash y is equal to x plus y. So here LH is equal to x plus x dash y. That is equal to x plus x dash into x plus y. Dual of distributive law. ഇതാണ് ഡുവൽ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മൾ എന്താണോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയിൽ പഠിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഡാഷ് വൈയെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എക്സ് പ്ലസ് എക്സ് ഡാഷ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അവിടുന്ന് എക്സ് പ്ലസ് എക്സ് ഡാഷിൻ്റെ വാല്യൂ എന്താണെന്നറിയാം? എക്സ് പ്ലസ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 dot x plus y is equal to x plus y. Then next law is x dot x dash plus y is equal to x dot y. So here also we can apply the distributive law. So x dash plus xy. So here x dash is equal to 0, that you already know. So then 0 plus xy is equal to xy. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് രണ്ട് രീതിയിൽ റൂൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാം. രണ്ടാമത്തേത് ഏതായിരുന്നു? പ്രൂഫ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ പ്രൂഫ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ എന്തൊക്കെ വേരിയബിൾ ഉണ്ടോ അതിൻ്റെ കോമ്പിനേഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 എഴുതുക. ദെൻ ഇവിടെ ഏതൊക്കെ വരും? എക്സ് കോംപ്ലിമെൻറ്റ് വരും അല്ലേ? അപ്പോൾ എക്സ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്താ? എക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ എക്സ് ഡാഷ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ എക്സ് 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 വരുന്നിടത്തെല്ലാം എക്സ് കോംപ്ലിമെൻറ്റ് 1ഉം 1 വരുന്നിടത്തെല്ലാം വി ആർ റീപ്ലേസിങ് ഇറ്റ് വിത്ത് സീറോസ്. ദെൻ വി ഹാവ് ടു റൈറ്റ് ദ എക്സ്പ്രഷൻ x complement y. So x complement y is equal to, we are just multiplying 0 and 1. That means x complement and y. So here we are just multiplying this. So 0 0 0 comma 0 dot 1 is equal to 0, 1 dot 1 is equal to 1, 0 dot 0 is equal to 0, 1 dot 0 is equal to 0. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ആൻസർ കിട്ടി? 0 1 0 0 എന്ന് കിട്ടി. ദെൻ വാട്ട് വി ഹാവ് ടു പ്രൂവ്? വി ഹാവ് ടു പ്രൂവ് എക്സ് പ്ലസ് എക്സ് ഡാഷ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. So for that we have to write the next expression, that is x plus x dash y. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ഡാഷ് വൈ അല്ലെങ്കിൽ എക്സ് കോംപ്ലിമെൻറ്റ് വൈ കിട്ടി. ഇനി ആ എക്സ് കോംപ്ലിമെൻറ്റ് വൈയോട് കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? എക്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0.0 0 + 0 0 + 1 1 + 0 1 + 0 അല്ലേ? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 0 1 1 1 കിട്ടി. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ RHS എന്താണ്? എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി എക്സ് വൈയും ഉണ്ട്. അത് നമുക്ക് എക്സ് പ്ലസ് വൈ ചെയ്യാം. എക്സ് പ്ലസ് വൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ 0 0 1 1 1. സോ നമുക്ക് ഇവിടുന്ന് ഈ രണ്ട് വാല്യൂസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ് ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. So for that, in order to prove this using proof by induction, we have to draw a table using the variable xy, and we have x and y 0 0 0 1 1 0 1 1. So in order to prove this, first we have to find x complement. So x complement is equal to, we are just replacing 0 with 1 and 1 with 0. So 1 1 0 0. Then next is what? X complement, that means x dash plus y or x complement plus y. So for that we have to add this x complement and y. So 0 + 1 is equal to 1, 1 + 1 is equal to 1, 0 + 0 is equal to 0, 1 + 0 is equal to 1. Okay, then next is x into x complement plus y. So x into x complement plus y is equal to what? This x is equal to 0 0 into 0 into what? X complement plus y, that is 1. 0 into 1 0 into 1 1 into 0 1 into 1. So only for one value we will get value 1, that is 1 1. For all others we will get value 0, right? So x into x dash plus y we will get 0 0 0 1. So and next is x dot y, that is our RHS. Here our RHS is x dot y. So for that we have to multiply this x and y. So 0 0 0 0 0 1 1 0 1 1. So for this also we will get value what? 1 1 only in the last. So here LH is equal to RHS. അങ്ങനെ നമുക്ക് ഐഡൻറ്റിറ്റി തിയറം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റി. നെക്സ്റ്റ്, De Morgan's theorem by perfect induction. Here also, in order to prove this De Morgan's theorem, we can use this perfect induction. For that we have to draw a table for both these expressions, that is x plus y complement is equal to x complement plus dot y complement, and x dot y complement is equal to x complement plus y complement. So in order to prove that, we have to write the all combinations 0 0 0 1 1 0 1 1. For that, x complement is equal to what? 1 1 0 0. Y complement is equal to 1 0 1 0. So first we have to find the x plus y. So first we will find x plus y, then we will find the complement of that. So we have to find the complement next, then we have to write the x complement dot y complement. Then we should check whether this LHS is equal to RHS. So in order to prove this, we have to write all the left and right expressions, and we have to check both these expressions corresponding values are equal. അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം എക്സ് കോംപ്ലിമെൻറ്റിൻ്റെയും വൈ കോംപ്ലിമെൻറ്റിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെ വാല്യൂ ഇതിന് ഈക്വൽ ആണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എക്സ് ഡോട്ട് വൈ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഈ രണ്ട് വേരിയബിളിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ
പ്രൊഡക്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? എക്സ് ഡോട്ട് വൈ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, എക്സ് ഡോട്ട് വൈ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. അപ്പോൾ എക്സ് ഡോട്ട് വൈ കണ്ടു, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ എന്താണ് ഇവിടെ ഉള്ളത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? 0 1 1 0. അപ്പോൾ എക്സ് ഡോട്ട് വൈ കോംപ്ലിമെൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ നമ്മളിനി എന്ത് പ്രൂവ് ചെയ്യണം? LHS ഈക്വൽ ടു RHS എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദി product sum of x complement plus y complement. So x complement means here we have x complement, here we have y complement, and for that we have just adding this x complement and y complement here. So by checking the LHS and RHS we can prove that both these values are equal. ഓക്കെ, അപ്പോൾ ആ രണ്ട് വാല്യൂസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. Next is idempotent law. So this shows that Boolean algebra is idempotent. That is a plus a is equal to a and a dot a is equal to a. Proof: the variable a can have only the value 0 or 1. Okay, അപ്പോൾ ഏതൊരു വാല്യൂവിന് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഏത് തന്നെയാണെങ്കിലും നമുക്ക് ആ ഒരു വാല്യൂ തന്നെയായിരിക്കും നമ്മുടെ റിസൾട്ടിലും കിട്ടുന്നത്. ഓക്കെ, 0 + 0 ആണെങ്കിൽ 0 ആണ്, 1 + 1 ആണെങ്കിൽ 1 ആണ്. അതുപോലെ ഇപ്പോൾ ഇഫ് വി ഹാവ് വാല്യൂ a is equal to 0, then 0 + 0 is equal to what? 0. 1 + 1 equal to what? It is equal to 1. So we can say for any variable, if we are adding the variable with the same variable or we are taking the product of the same variable, the result will be the same variable. Okay, അപ്പോൾ a is equal to 0 means what? 0 + 0 is equal to 0, 1 + 1 is equal to 1. Suppose here a is equal to 0, then 0 dot 0 is equal to what? That is 0. Then 1 dot 1 is equal to 1. അപ്പോൾ ഈ രണ്ട് റോ നമ്മൾ ഡുവൽ എടുത്ത് കഴിഞ്ഞാലും എന്ത് തന്നെയാണ് വരുന്നത്? അത് തന്നെയാണ് വരുന്നത്, സെയിം വേരിയബിൾ തന്നെയാണ് വരുന്നത്. സോ the proof, if a is equal to 0, then 0 + 0 is equal to 0. If a is equal to 1, then 1 + 1 is equal to 1. If a is equal to 0, then 0 dot 0 is equal to 0. And if a is equal to 1, then 1 dot 1 is equal to 1. Next is and or operations. For that we have different equations. X + 1 is equal to 1. That means if x is equal to 0, then 0 + 1 is equal to 1. So you can prove this using this way. By applying the zeros and ones we can prove this. Okay, if x is equal to 1, then 1 + 1 is equal to 1. അപ്പോൾ എക്സിന് നമ്മൾ 0യും 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ആ ഇക്വേഷൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay, then x dot 0 is equal to 0. If x is equal to 0, then 0 dot 0 is equal to 1. Then if x is equal to 1, then 1 dot 0 is what? Then 1 dot 0 is equal to 1. Okay, then x double complement is equal to x, that is a Boolean algebra is involuted. So if x is equal to 0, then 0 complement is equal to 1 and 1 complement is equal to 0. So 0 double complement is equal to 1 complement is equal to what? 0. And if x is equal to 1, then 1 complement is equal to 0 and 0 complement is equal to 1. So 1 double complement is equal to 0 complement is equal to 1 അല്ലേ? അതായത് നമ്മളിവിടെ എന്ത് കൊടുത്തു? ഇപ്പോൾ a x ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അത് എന്ത് തന്നെയാണെന്നാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? എക്സ്. അപ്പോൾ എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ 0യുടെ ഡബിൾ കോംപ്ലിമെൻ്റ് ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ 0ൻ്റെ ഡബിൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 0 കോംപ്ലിമെൻ്റ് എന്താണ്? 0യുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്.
അപ്പോൾ സീറോൻ്റെ ഡബിൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ സീറോ കോംപ്ലിമെൻറ്റിന് തുല്യമാണ് അല്ലേ. അപ്പോൾ സീറോൻ്റെ കോംപ്ലിമെൻറ്റ് 1 ആണ്. ആ 1ൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ ഏതൊരു വാല്യൂൻ്റെയും ഡബിൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് തന്നെയാണ് കിട്ടുന്നത്? ആ സെയിം വേരിയബിൾ തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിന് നമുക്ക് 1 ആണ് കൊടുത്തിരിക്കുന്നത്. സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 1 മീൻസ് വാട്ട്? x is equal to 1, then x double complement is equal to 1 double complement. For that we have to find first 1 complement. So 1 complement is what? 1 complement is equal to 0. So 0 complement is equal to 1 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1 ആണ്. ആ 1 തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി റൂൾ. ദെൻ simplify the function. How we can simplify this function? xy plus yz plus y dash z is equal to xy plus z. So we have to check it. For that what we have done here y is here and y dash is here, right? Since z is common, so we can take this out. Then xy plus we are taking this out z because z is common here, z into y plus yz അല്ലേ. y plus yz എന്ന് z നമ്മൾ പുറത്തെടുത്തു കാരണം z രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. സോ വി ഹാവ് ടേക്കൺ ഇറ്റ് ഔട്ട്. സോ xy plus z into y plus y dash, and we all know that y plus y dash, we have a rule here. So we can apply that rule and we can say this y plus y dash is equal to 1. So xy plus z dot 1. Z dot 1 means what? Z dot 1 is equal to z. So xy plus z. So this is the answer. Then next is find the complement of the expression x plus yz and verify the result by perfect induction. X plus yz complement. So we have to find the complement here. So we have just taken it. Then by applying the De Morgan's law, we will get x complement dot yz complement. Okay, then x complement dot y complement plus z complement. Okay, അപ്പോൾ നമുക്ക് a complement apply ചെയ്ത് കഴിഞ്ഞാൽ we will get the answer like this. And we can also prove it using the perfect induction. In order to prove that, we can use the truth table. So in order to prove that, we can draw a table here. So in order to prove that, we can draw a table using these 3 variables. So we have used 3 variables x, y, z, and the possible combinations are 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0, 1, 0, 1, 1, 1, 0, 1, 1, 1 അല്ലേ. ഇതാണ് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ്. ഇനി നമുക്കതിൻ്റെ കോംപ്ലിമെൻറ്റും കാണാൻ വേണ്ടി പറ്റും. കാരണം നമുക്കിവിടെ കോംപ്ലിമെൻ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദി കോംപ്ലിമെൻറ്റ് ഓഫ് ദി എക്സ്പ്രഷൻ എക്സ് പ്ലസ് വൈ സെഡ്. സോ ഫോർ ദാറ്റ് we have to find the complement of each one. So we can convert it. Then y z. For that we can just multiply y and z. അപ്പോൾ yയും z മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂസ് നമ്മളവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി. ദെൻ എക്സ് പ്ലസ് വൈ സെഡ്, എക്സും വൈ സെഡും കൂടെ ഉള്ളത് ചെയ്ത് കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ ചെയ്യുക? y ഡാഷ് പ്ലസ് z ഡാഷ്, y ഡാഷ് പ്ലസ് z ഡാഷ് ഇവിടെയാണ്, അതിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ y ഡാഷ് ഉണ്ട്, ഇവിടെ z ഡാഷ് ഉണ്ട്. സോ വി ക്യാൻ ജസ്റ്റ് ആഡ് ദീസ് വേരിയബിൾസ്. അവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ എക്സ് പ്ലസ് വൈ സെഡ്, എക്സ് പ്ലസ് വൈ സെഡ് കോംപ്ലിമെൻ്റ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. കാരണം എക്സ് പ്ലസ് വൈ സെഡ് ഇവിടെ ഉണ്ട്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ് ഡാഷ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് സെഡ് ഡാഷ്, അതായത് ഇത്
ഇതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസ് നമ്മൾ എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് വാല്യൂസ്, അതായത് LHSും RHSും ഈക്വൽ ആണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തത്. അങ്ങനെ നമുക്കതിൻ്റെ LHSും RHSും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എക്സ് പ്ലസ് വൈ സെഡ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എക്സ് കോംപ്ലിമെൻറ്റ് ഇൻറ്റു വൈ കോംപ്ലിമെൻറ്റ്സ് പ്ലസ് സെഡ് കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഡി മോർഗൻസ് ലോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അതിനെ നമുക്കൊന്നുകൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്, പ്രൂഫ് ബൈ ഇൻഡക്ഷൻ യൂസ് ചെയ്തത്. ദെൻ യു ക്യാൻ ഓൾസോ യൂസ് ദ സെയിം മെത്തേഡ് to prove this LHS equal to RHS. Okay, the next example, find the complement of A complement B plus CD complement, and next is AB plus CD is equal to 0. So we have to find the complement of both these expression. So first one is A complement B plus CD complement ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ, കാരണം അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ഹോൾ കോംപ്ലിമെൻ്റ് എടുക്കും. ആ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്താ ചെയ്യുക, അത് ഓരോന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് യൂസിങ് ഡി മോർഗൻസ് ലോ. അപ്പോൾ ഡി മോർഗൻസ് ലോ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഒരു എക്സ്പ്രഷനായിട്ടും ഇത് എക്സ്പ്രഷനായിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ എ ഡാഷ് ബി ഡാഷ് എന്നുള്ളത് നമ്മളതൊരു ഇൻഡിവിജ്വലായിട്ടൊരു സിംഗിൾ വേരിയബിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഡോട്ട് സി ഡി ഡാഷ് കോംപ്ലിമെൻ്റ് ആയിട്ട് എടുത്തു. ദെൻ ആ കോംപ്ലിമെൻറ്റ് വീണ്ടും നമ്മൾ ഡി മോർഗൻസ് ലോ കൊണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി അല്ലേ. അതായത് എ കോംപ്ലിമെൻറ്റ് ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ എ ഡബിൾ കോംപ്ലിമെൻറ്റ്, ഇവിടെ ഡോട്ടാണുള്ളത്, അതെന്തായി മാറി, പ്ലസ് ആയി മാറി ബൈ ഡി മോർഗൻസ് ലോ, ദെൻ ബി കോംപ്ലിമെൻറ്റ്. അതുപോലെ നമുക്ക് വി ക്യാൻ അപ്ലൈ ദ സെയിം ഇൻ സി ഡി ഡാഷ് ഹോൾ ഡാഷ്. അപ്പോൾ സി ഡി ഡാഷ് ഹോൾ ഡാഷ് എടുക്കുന്ന സമയത്ത് സി ഡാഷ് പ്ലസ് ഡി ഡബിൾ ഡാഷ് വന്നു. ഓക്കെ, ദെൻ ഡി ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, അത് ഡി തന്നെയാണ്. അപ്പോൾ സി ഡാഷ് പ്ലസ് ഡി വരും. ഇവിടെ എന്ത് കിട്ടി, എ പ്ലസ് ബി ഡാഷ് കിട്ടി, ബിക്കോസ് എ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ. അത് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് എ ബി പ്ലസ് സി ഡി is equal to 0. Then we have to take the complement on both sides. So AB plus CD bar, AB plus CD whole bar is equal to 0 dash. Okay, see we can call it bar or we can take it as a complement. Okay, both are equal. Then AB we can individually apply this. So AB dash dot CD dash is equal to the 0 complement is equal to 1. So that will be permanent here. Then we can change this using the De Morgan's law. So A dash plus B dash into C dash plus D dash. That is the result here. Okay. Then next, simplify the Boolean expression. So we want to simplify this x plus y into x plus y dash. So for that, first we can take the distribution. So x plus xy dash plus yx plus y dash. So x into x is equal to x. So in the next step we can write x plus xy dash plus yx. Then y into y dash is equal to 0. That we have already seen, right? So we can write it like x plus xy dash plus yx plus 0. So last we will get x plus xy dash plus yx. So here x is common in both these. So from this we can write x plus x into y dash plus y. So y dash plus y is equal to 1. So x plus x dot y is equal to x. So x plus x is equal to what? X. അപ്പോൾ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡാഷ് എന്ന് പറയുന്നത് എന്തിന് സിമിലറാണ്, എന്തിന് ഈക്വൽ ആണ്? എക്സിന്. ആ ഒരു രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി യൂസിങ് ദീസ് റൂൾസ്. ഓക്കെ, നൗ x plus y into x plus y dash into x plus z. So here
x plus y into x plus y dash is what? X. So x into x dash z, that is equal to x dash plus xz. So 0 plus xz is equal to xz. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈയും എക്സ് പ്ലസ് വൈ ഡാഷും എന്ന് പറയും നമുക്ക് എക്സ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡാഷ് ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് സെഡ് ആണെങ്കിൽ ഫസ്റ്റ് രണ്ട് എക്സ്പ്രഷൻ്റെ വാല്യൂ എക്സ് ആണ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഡാഷ് പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു വാട്ട്? We can apply this distributive law. By applying that we will get x dash plus xz. So 0 plus xz is equal to xz. That is x into x dash എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ 0 plus xz is equal to xz. Okay, in this way we can simplify it. Then xyz plus xy dash z plus xyz dash. Here we can take this xy common from both these. Here see, xyz is here, xyz dash is here. So from this, or we can take this one xz. Okay, we can take in any way and we can simplify it. So here xz into y plus y dash plus xyz dash. From this we will get xz plus xyz dash. Okay, from that we can take x common. So x into z plus yz dash. So from the distributive law we can take this as x into z plus y into z plus z dash. So from that x into z plus y dot 1 is equal to x into z plus y. That is equal to x into y plus z. Commutative law ആണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. So by applying this commutative law we will get x into y plus z. So here we have applied this dual of the distributive law. എന്താണ് dual of distributive law എന്ന് പറയുന്നത്? x plus yz എന്ന് പറയുന്നത് ഇവിടെ we are just taking the dual here. Okay, x plus yz is equal to x plus y into x plus z. That is we have applied here. Then next, minimize the following expression by use of Boolean rules. How we can minimize an expression using this Boolean rules? The first one we will see abc plus a dash b plus abc dash. എങ്ങനെ നമ്മൾ മിനിമൈസ് ചെയ്യുന്നു? ഇവിടെ നമുക്ക് ഓരോ റൂൾസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു റൂൾ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എ ബി സിയും എ ബി സി ഡാഷും ഉണ്ട്. ആ രണ്ടിൽ നിന്നും നമുക്ക് എ ബി പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ ബി ഇൻറ്റു സി പ്ലസ് സി ഡാഷ് പ്ലസ് എ ഡാഷ് ബി എന്ന് കിട്ടും. അപ്പോൾ സി പ്ലസ് സി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മളത് വീണ്ടും അത് എഴുതുന്നതിന് പകരം എന്ത് മാത്രമേ എഴുതുന്നുള്ളൂ? എ ബി. നമ്മൾ ഓരോ സ്റ്റെപ്പും എത്രത്തോളം നമുക്ക് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം മാക്സിമം കുറയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ ബി ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു എ ഡാഷ് 1, ദെൻ എ ബി പ്ലസ് എ ഡാഷ് 1 എന്നാണ്. സോ in order to remove that step we can simply write directly as ab plus a dash b. Okay, ആ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ then from that we can take b common, so we can take it out, then a plus a dash into b. So from here also we can simply write b because we know a plus a dash is equal to 1. Okay, so in this way we can minimize each and every expression using the Boolean rules. അപ്പോൾ ഏതൊക്കെ റൂൾ, എല്ലാ റൂളും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ എക്സ്പ്രഷൻ കാണുമ്പോഴും നമുക്കതിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഓർഡർ മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മെയിനായിട്ട് ഡി മോർഗൻസ് ലോ, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഐഡൻപോട്ടൻ ലോ, ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, then next one a dash b c dash plus a b dash c dash plus a dash b dash c dash plus a dash b dash c dash. So from here what we have taken out means a dash. Okay, so a dash b c dash plus a
b dash c dash plus a dash b dash c dash. So here both these are repeating. So we can take only one because x plus x is equal to x. So we can ignore the second one. Then from here we can take this b and c, bc common. So a dash bc dash plus a dash into b dash c dash. From that we will get a dash bc dash plus bc dash, right? എ പ്ലസ് എ ഡാഷ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ എ പ്ലസ് എ ഡാഷ് നമുക്ക് 1 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എ ഡാഷ് ബി സി ഡാഷ് പ്ലസ് ബി സി ഡാഷ് ബി ഡാഷ് സി ഡാഷ് ആണ്, സോറി, ബി ഡാഷ് സി ഡാഷ് എന്ന് കിട്ടും. ഓക്കെ, ഫ്രം ദാറ്റ് we can take c dash common. So a dash b plus b dash into c dash. Okay, then from here by the dual of the distribution law we can write a dash plus b dash into b into b dash. That is what we, this is b actually, b plus b dash into c dash. From that we will get a dash plus b dash into c dash. ഓക്കെ, ഇവിടുന്ന് ബി പ്ലസ് ബി ഡാഷിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, ബി പ്ലസ് ബി ഡാഷ് 1 ആണ്. സോ എ ഡാഷ് പ്ലസ് ബി ഡാഷ് ഇൻറ്റു സി ഡാഷ് എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് എ ബി പ്ലസ് എ ഡാഷ് സി പ്ലസ് ബി സി. ഫ്രം ഹിയർ വാട്ട് വി ക്യാൻ do is we can simply write this a plus a dash, otherwise we cannot take any of the variables. So for that better we can write a1 here, and by applying 1 as a plus a dash we can write it as ab plus a dash c plus a plus a dash into bc. So by applying the distributive law we will get ab plus a dash c plus a b c and a dash bc. Okay, so from that we can take this ab out. Then 1 plus c and a dash c into 1 plus b. From that we will get ab plus a dash c. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ നമുക്ക് ആ ഒരു രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമുക്കൊരു ഈ ഒരു തരത്തിലുള്ള റൂള് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രമേ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാനും സിംപ്ലിഫൈ ചെയ്യാനും പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് എ പ്ലസ് ബി ഇൻറ്റു എ ഡാഷ് പ്ലസ് സി ബി പ്ലസ് സി. Okay, by applying the distributive law we can write a dash plus ac plus b a dash plus bc into b plus c. Okay, then from here we know a dash is equal to 0, so ac plus b a dash plus bc into b plus c. So ac plus b into a dash plus c into b plus c. Okay, so by again we can apply the distributive law here. So a b c plus a c c plus b b into a dash c plus b c into a dash plus c. Okay, so again we can apply the distributive law. Then a b c plus ac plus b into a dash plus c plus bc into a dash plus c, because bb is equal to what? B. Then ac into b plus c, b plus 1. Okay, from this what we can write, ac into b plus 1 and b into a dash plus c into 1 plus c. So from this and this, okay, from this and this we can take b as common. Then ac plus b into a dash c. Okay, because 1 plus c is equal to what? 1 plus c is equal to 1. From that we can write a dash ac
b into a dash c, because a into a dash is equal to 0. So a into a dash plus c plus b into a dash plus c. From that we will get a plus b into a dash plus c. Okay, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. And next, Boolean functions. What is mean by a Boolean function? A Boolean function is an expression formed with binary variables, operators like and, or, not, and parenthesis and equal sign. The value of a Boolean function can be either 0 or 1. A Boolean function may be represented as an algebraic expression or truth value, and it can be represented in two ways, as expression and as truth table. Okay, അപ്പോൾ ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു എക്സ്പ്രഷൻ ആണ്. അതെങ്ങനെ നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നു? ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബൈനറി വേരിയബിൾസ് like a, b, c or x, y, and operators are there. We have different operators, negation and o. Okay, then next is parenthesis and equal sign. അപ്പോൾ ഇത്രയും വേരിയബിൾസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരു ബൂളിയൻ ഫംഗ്ഷൻ. ഓക്കെ, ഓരോ ബൂളിയൻ ഫംഗ്ഷനും വി ക്യാൻ ഹാവ് എയ്തർ 0 or 1. അപ്പോൾ നമുക്ക് 0 അല്ലെങ്കിൽ 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഏത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ട്രൂത്ത് വാല്യൂസ് അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. Then representation of Boolean expression. We can express it in two ways, as I told you just before. First one is like w is equal to x plus y into z dash. So here the variable w is a function, Boolean function of x, y and z, and we can also written it as w is equal to f of x, y, z. So here the RHS of the equation is called the expression. The symbols x, y and z are called the literals of the function. For a given Boolean expression, there may be more than one expressions. Okay, അപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു ബൂളിയൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എക്സ്പ്രഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് w is equal to x plus y into z dash. ഇവിടെ ഏതൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? എക്സ്, വൈ, സെഡ്. അപ്പോൾ അതിന് നമുക്ക് ഏത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം? w is equal to f of x, y, z, because w is a function of x, y and z. Okay, and here what we have written on the right hand side is called the expression. Here what is the expression? Here the expression is x plus y into z dash. Okay, so here all the variables or all the symbols that we are using here is called the literals of the function. ഓക്കെ, അപ്പോൾ ഓരോ വേരിയബിളിനെയും നമുക്ക് എന്ത് പറയാം? ഒരു ഫംഗ്ഷൻ ലിറ്ററൽസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? എക്സ്, വൈ, സെഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു ഒരു ബൂളിയൻ ഫംഗ്ഷനെ? w is equal to f of x, y, z. ഇതിലെ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ സിമ്പിൾസിനെയും നമ്മൾ എന്ത് വിളിച്ചു? ലിറ്ററൽസ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ബൂളിയൻ ഫംഗ്ഷനിൽ ഒന്നോ അതിലധികമോ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾ ദീസ് എക്സ്പ്രഷൻസ് ആർ കമ്പൈൻഡ്. ഓക്കെ, ദെൻ ട്രൂത്ത് ടേബിൾ. The number of rows in a table is equal to 2 raised to n, where n is the number of literals in the function. Okay, the combinations of zeros and ones for rows of this table are obtained from the binary numbers by counting from 0 to 2 raised to n minus 1. അപ്പോൾ ഇവിടെ എത്ര വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ ആ വേരിയബിൾസ്, ഇപ്പോൾ n വേരിയബിൾസ് ആണെങ്കിൽ 2 raised to n റോസ് ഉണ്ടായിരിക്കും. അതായത് 2 raised to n കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ 2 വേരിയബിൾ ആണെങ്കിൽ 2 raised to 2, അതായത് 4 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ? ഇപ്പോൾ 2 ആണെങ്കിൽ 2 raised to 2, 0 0 0 1 1 0 1 1. 3 വേരിയബിൾസ്, ഇപ്പോൾ എക്സ്, വൈ, സെഡ് എന്ന 3 വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും? കോമ്പിനേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് റോസ് എത്ര ഉണ്ടാവും? 2 raised to 3.
That means 8 combinations will be there. 0 0 0 0 0 1, like that 8 combinations will be there. Okay, അപ്പോൾ ഈ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസ് ആണ് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ 0 to 2n-1 വരെ നമുക്കവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ different applications are there for the Boolean algebra, and this is mainly used for designing different digital circuits. Okay, for alarm, for taking alarms, and there are many applications. Okay, and here we are discussing one such switching circuits are there. We are taking one example here. Okay, so the Boolean algebra is used to design and analyze digital switching circuits, and most calculators, digital clocks and watches use the 7-segment display format like this. Okay, here you can see a format here, 7-segment display format is here, so that can be lit in different combinations to form the numerals 0 through 9. Okay, ഇവിടെ നമ്മൾ ഈ ഒരു ഫോമുല നമുക്ക് കിട്ടി. അപ്പം വി ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ടു ഫോം ദ ലിറ്ററൽസ്. 0 to 9 വരെയാണ് നമ്മുടെ ലിറ്ററൽസ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം 9 എന്ന് പറയുമ്പോൾ ഈ ഒരു 8ൽ ഇത്രയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രസൻ്റ് ആവുന്നുള്ളൂ. അതിൽ നമുക്ക് 8 ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. ഇനിയിപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എന്ത് പറയാം, അത് 8 ആണ്. സപ്പോസ് ഇത്രയേ ഉള്ളൂവെങ്കിൽ ഇത് 9 ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതാണെങ്കിലോ ദിസ് ഈസ് വാട്ട് വി, നമുക്ക് 3 ആണെന്ന് പറയാം അല്ലേ, ഈ 3 ആണെന്ന് പറയാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് 5 ആണെന്ന് പറയാം ആണല്ലോ. ഇനി ഇതില്ലെങ്കിലോ, ഇതില്ല മറിച്ച് ഇതുണ്ട്. അപ്പോൾ അവിടെ 4. അങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിൽ നമുക്ക് ഡിഫറെൻറ്റ് ലിറ്ററൽ ന്യൂമറൽസ് നമുക്കവിടെ ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 ഈസ് ഫോം ബൈ ലൈറ്റിംഗ് സെഗ്മെൻറ്റ്സ് B ആൻഡ് C. സോ ഹിയർ C, ഇവിടെയാണ് B ഉള്ളത്, ഇവിടെയാണ് C ഉള്ളത് അല്ലേ. അപ്പോൾ അത് രണ്ടും വെച്ചുകൂടെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റി, 1 എന്ന് ഫോം ചെയ്യാൻ വേണ്ടി പറ്റി. And 2 consisting of the symbols, look at the figure here. So 2 means what, 2 consists of the segments A, B, G, E and D. Okay, അപ്പോൾ ഈ എയും ബിയും ജിയും ഇയും ഡിയും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ഫോം ആവുന്നത്, 2. ഓക്കെ, അങ്ങനെ ഓരോ നമ്പേഴ്സും ഈ ഒരു കോമ്പിനേഷൻസിലാണ് വരുന്നത്. Okay, is composed of the, and 4 is composed of B, C, F and G, and design circuitry to run a 7-segment display for 1 digit, the input consisting of the 4-bit digits where each bit is in the input line. The outputs are A, B, C, D, E, F and G of the 7-segment diagram, and 1 is equal to light of the segment and 0 do not light the segment. And from the truth table, write the simplified 7 Boolean expressions, then draw the 7 minimal circuits. So there are only 10 rows of input in the table corresponding to the digits 0 to 9. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് പറയാൻ വേണ്ടി പറ്റും. അലാം ക്ലോക്കിൻ്റെ ബർഗ്ലർ അലാമൊക്കെ പറഞ്ഞ പോലെ തന്നെ ബർഗ്ലർ അലാം, അതുപോലെ നമ്മുടെ കാറിൻ്റെ അലാം സിസ്റ്റം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ക്ലോക്കിൻ്റെ കാൽക്കുലേറ്ററിൽ കൊടുത്തിരിക്കുന്ന ഇത്തരം 7-segment ഡിസ്പ്ലേയുടെ കേസൊക്കെ, ഇത്തരത്തിലുള്ള പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഒരു ഒരു ബൂളിയൻ ഓൾജിബ്രയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലെല്ലാം ഓരോ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ബൂളിയൻ ഓൾജിബ്ര. താങ്ക് യു.